ഹായ് നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി മുട്ട റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടായപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 3 സവാള, മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. സവാളയും നമ്മളിട്ട് കൊടുത്തിരുന്ന കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഒരു ചെറിയ പച്ചമുളക് നീളത്തിലരിഞ്ഞതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സവാള വെന്ത് വഴന്ന് കിട്ടാനായിട്ടാണ്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന സവാള ഏകദേശം ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തക്കാളി വേണേ നമ്മൾ റോസ്റ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വരും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. തക്കാളി സവാളയെല്ലാം നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അത്രയും സമയം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഈ സമയം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ആക്കുമ്പോഴേ നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ സവാളയുടെ മസാലയെല്ലാം നന്നായിട്ട് മുട്ടയിലോട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന പോലെ എടുത്താൽ മതിയാവും. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഈ മുട്ടയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഈ മസാലയൊക്കെ മുട്ടയിലോട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മുട്ട റോസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.